കഥ അച്ഛൻ എന്ന സ്വപ്നം ഭാഗം 60 രചന ശാലിനി ഇ.എ. നീ കേൾക്കുന്നുണ്ടോ വല്ലതും? ശരത്ചന്ദ്രൻ ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ എന്താ കാരണം? പത്മനാഭക്കുറിപ്പിൻ്റെ ശബ്ദമുയർന്നപ്പോഴാണ് ദത്ത് ചിന്തയിൽ നിന്നുണർന്നത്. എനിക്കറിയില്ല അച്ഛാ, എന്നോട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അയാൾ ഫോൺ വെച്ചിട്ടും അവൻ്റെ ചിന്ത ശരത്ചന്ദ്രനിൽ തന്നെയായിരുന്നു. അവൻ പറഞ്ഞത് താൻ അനുസരിക്കാത്തതിലുള്ള പ്രതിഷേധമാണിതെന്ന് ദത്തിന് മനസ്സിലായി. ഓലപ്പാമ്പ് കാട്ടിയാൽ പേടിക്കുന്നവനല്ല ദത്ത്. ഞാൻ എന്തായാലും എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. ആരുടെ സമ്മർദ്ദത്തിലും പുറകോട്ട് പോകില്ല. അവൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളായിട്ട് അതിനെ എതിർക്കാൻ നിൽക്കേണ്ട അച്ഛാ. അവനെ വിട്ടയച്ചേക്ക് ഇന്ന് തന്നെ. അങ്ങനെ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് അവൻ കുറിപ്പിൻ്റെ മെയിലിലേക്ക് അയച്ചു. അന്നത്തെ ദിവസം നദി അധികം ആരോടും സംസാരിച്ചില്ല. കാലത്ത് ഭക്ഷണമൊന്നും കഴിച്ചില്ലെങ്കിലും ഉച്ചയ്ക്ക് അവൾ ഊണ് കഴിക്കാൻ ഊൺമേശയിൽ കരികിലെത്തി. രേണുകയും ചിരങ്കയും എന്തൊക്കെയോ പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചെങ്കിലും അവൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ഭക്ഷണത്തിന് ശേഷം അവൾ ഓഫീസിൽ പോകാൻ റെഡിയായി. ആൻറ്റി, ഞാൻ ഓഫീസിൽ പോവുകയാണ്. രേണുകയുടെ മുറിവാതിൽക്കൽ നിന്നുകൊണ്ട് അകത്തേക്ക് തലനീട്ടി നദി പറഞ്ഞു. തനിച്ചു പോകണ്ട, ചില്ലുവിനോട് പറ കൊണ്ടുവിടാൻ. പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു. നദി നേരെ പുറത്തേക്കാണ് നടന്നത്. ഗേറ്റിനടുത്തേക്ക് എത്തിയപ്പോഴേക്കും പുറത്തുനിന്നും ബദരിയുടെ കാർ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ടായിരുന്നു. നദിയെ കണ്ടതും അവൻ വേഗം ബ്രേക്ക് ചവിട്ടി. നദി, നീ ഇപ്പോൾ എവിടെ പോണു? ഓഫീസിൽ. ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞുകൊണ്ട് നദി പുറത്തേക്ക് നടന്നു. നിൽക്ക്, ഞാൻ കൊണ്ടുവിടാം. ബദരി കാർ റിവേഴ്സ് എടുത്തു. അപ്പോഴേക്കും നദി റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. അവരുടെ അരികിലായി കാർ നിർത്തി ബദരി. കയറ്. എന്നെ കൊണ്ടുവിടാൻ സാർ ബുദ്ധിമുട്ടണമെന്നില്ല. ഇവിടെ നിന്ന് നല്ലൊരു ഓട്ടോ കിട്ടാൻ ഒരു പ്രയാസവുമില്ല. ഞാൻ ഓട്ടോയിൽ പോയിക്കൊള്ളാം. അവളുടെ വാക്കുകളും ആ സ്വരത്തിലെ മൂർച്ചയും ഗൗരവം നിറഞ്ഞ മുഖവും ബദരി നോക്കിക്കാണുകയായിരുന്നു. അവളുടെ കണ്ണുകളിലെ തീഷ്ണത കാർത്തിയെ ഓർമ്മിപ്പിക്കുന്നത് ആയിരുന്നെന്ന് ബദരി ഓർത്തു. ഇന്നലെ വരെ എൻ്റെ ബുദ്ധിമുട്ടിനെക്കുറിച്ച് ചിന്തിക്കാത്ത മാഡം ഇപ്പോൾ എന്തിനാണാവോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞാനിപ്പോൾ മര്യാദയ്ക്കാണ് നിന്നോട് കാറിൽ കയറാൻ പറയുന്നത്. അനുസരണക്കേട് കാട്ടിയാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. ബദരി ദേഷ്യത്തോടെ അങ്ങനെ പറഞ്ഞതും നദി പരിസരത്തേക്കൊന്ന് നോക്കി. യാത്രക്കാരിൽ പലരും തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ വേറെ ഒന്നും പറയാതെ പെട്ടെന്ന് തന്നെ കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നു. നമ്മൾ ബഹുദൂരം മുന്നോട്ട് പോകേണ്ടവരില്ലേ നദിക്കുട്ടി? ഇപ്പോൾ തന്നെ അനുസരണക്കേട് കാണിച്ചാലോ? ചുണ്ടുകൾ അനക്കാതെ സ്വയം പറഞ്ഞുകൊണ്ട് അവൻ നദിയെ നോക്കി പുഞ്ചിരിച്ചു. നദി മുഖം വെട്ടിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. ഈ പെണ്ണിന് ഇന്നലത്തെ കെട്ടൊന്നും വിട്ടിട്ടില്ലേ? അവൻ അങ്ങനെ ചിന്തിച്ചും കൊണ്ട് കാർ മുന്നോട്ടെടുത്തു. എന്നും കാറിൽ കയറിയാൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കുന്നവളാണ് ഇന്ന് ഒന്നും മിണ്ടാതെ മുഖം തിരിച്ചിരിക്കുന്നത്. ഇതിന് മാത്രം താൻ ചെയ്ത തെറ്റ് എന്താണ് ഭഗവാനെ? ഇഷ്ടമാണെന്ന് പറഞ്ഞതോ? ഇഷ്ടമാണെന്നതിന് ഇഷ്ടമാണെന്നല്ലാതെ ഇഷ്ടമല്ല എന്ന് പറയാൻ കഴിയുമോ? പാതി വഴി പിന്നിട്ടിട്ടും നദി ആ ഇരിപ്പ് തന്നെ തുടർന്നു. നദി, നിനക്കെന്താ എന്നോട് ദേഷ്യം പോലെ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തുവോ നിന്നോട്? ഐ ലവ് യു എന്ന് പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ്? എൻ്റെ മനസ്സിൽ നിന്നോട് തോന്നിയ പ്രണയം തുറന്നു പറഞ്ഞത് തെറ്റാണോ? അവൾ തലചരിച്ച് അവനെ രൂക്ഷമായി ഒന്ന് നോക്കി. ദേഷ്യം കലശലായി വരുമ്പോൾ കാർത്തിയും നോക്കുന്നത് ഇങ്ങനെയാണ്. ഈ കണ്ണുകൾ തന്നെയായിരുന്നില്ലേ ഇവൾക്ക് ഇന്നലെ വരെ? അപ്പോഴൊന്നും ഇത്രയും ഗൗരവം ഇവളുടെ മുഖത്തോ കണ്ണുകളിലോ കണ്ടിരുന്നില്ലല്ലോ. ഒന്ന് ഇരുണ്ടു വെളുക്കുമ്പോഴേക്കും ഇത്രയും ദേഷ്യപ്പെടാൻ എന്തുണ്ടായി? സാറിന് എന്നോട് പ്രണയം തോന്നണ്ട എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. എന്നാൽ എനിക്ക് തിരിച്ച് പ്രണയം തോന്നില്ല എന്ന് ഉറപ്പ് പറയാൻ എനിക്ക് കഴിയും. എന്തുകൊണ്ട്? നിനക്കെന്നിൽ പ്രണയം തോന്നാതിരിക്കാൻ എന്നിൽ നീ കണ്ട കുറവുകൾ എന്താണ്? ബദരിക്ക് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. എനിക്ക് പറയാൻ മനസ്സില്ലെങ്കിലോ? നിങ്ങളെ സ്നേഹിക്കണമെന്ന് കരാർ എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ.
എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ആണോ? അല്ല, പ്രണയം തോന്നുന്നത് കരാർ അടിസ്ഥാനത്തിലാണോ? ഒരു സ്ത്രീയും പുരുഷനും കുറച്ചു നാളുകൾ അടുത്തിടെ പഴകുമ്പോൾ അതിലൊരാൾക്ക് പ്രണയം തോന്നുന്നത് സ്വാഭാവികമാണ്. ആ പ്രണയം അയാൾ മറ്റേയാളോട് തുറന്നു പറയുകയും ചെയ്യും. അത്രേ ഇവിടെയും സംഭവിച്ചുള്ളൂ. അതിൽ എന്താണ് തെറ്റ്? അഭിനയം മാത്രം വശമാക്കിയിട്ടുള്ളവരുമായി എനിക്കൊരു റിലേഷൻഷിപ്പിന് താല്പര്യമില്ല. പെട്ടെന്ന് ബദരി കാർ ഓരം ചേർന്ന് നിർത്തി. നീ ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാൻ എനിക്ക് താല്പര്യവുമില്ല. എന്നെ ഓഫീസിൽ ഇറക്കാൻ പറ്റുമെങ്കിൽ ഇറക്കുക, അല്ലെങ്കിൽ ഞാൻ നടന്നു പോയിക്കൊള്ളാം. അവളുടെ ഗൗരവം നിറഞ്ഞ മുഖത്തേക്ക് ബദരി അല്പനേരം നോക്കിയിരുന്നു. സത്യത്തിൽ നിനക്ക് എന്താ പറ്റിയത് നദി? ഇന്നലെ വരെ നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. നിനക്കെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയൂ. ഞാൻ നിന്നോട് പറഞ്ഞ പ്രണയം എന്ന വാക്ക് മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. എന്നെ ഒരു സുഹൃത്തായി കാണാം. പറയൂ, എന്താണ് എൻ്റെ പ്രശ്നം? എൻ്റെ പ്രശ്നം പറയേണ്ടവരോട് ഞാൻ പറഞ്ഞോളാം. അതിൽ നിങ്ങൾ ഇടപെടേണ്ട. നീ ഇപ്പോൾ പറയേണ്ടവർ എന്ന് പറയുന്ന ആൾക്കാർ ആരാണ്? എൻ്റെ അച്ഛനാണോ, അമ്മയാണോ, അതോ ചിലങ്കയോ? അതൊന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. അവൾ പെട്ടെന്ന് തിരിഞ്ഞ് ബദരിയുടെ നേർക്ക് കൈകൾ കുപ്പി. പ്ലീസ്, ഇനി എന്നോടൊരു അക്ഷരം മിണ്ടരുത്. ആകെ തകർന്നു നിൽക്കുക ഞാൻ. ഇനിയും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പൊട്ടിത്തെറിക്കും. അവളുടെ അത്തരത്തിലുള്ള ഒരു ഭാവമാറ്റം അവൻ പ്രതീക്ഷിച്ചതല്ല. അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ കിടന്ന് നീറിപ്പുകയുന്നുണ്ടെന്ന് ബദരിക്ക് തോന്നി. ഒന്നും മിണ്ടാതെ അവൻ കാർ മുന്നോട്ടെടുത്തു. ഓഫീസിലെത്തുന്നതുവരെ പിന്നീട് ഇരുവരും സംസാരിച്ചില്ല. ഓഫീസിന് മുന്നിൽ കാർ നിർത്തിയതും അവൾ പെട്ടെന്ന് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. ഡോർ അടച്ചെന്ന് ഉറപ്പുവരുത്തിയതും ബദരി അവളെ നോക്കാതെ കാർ റിവേഴ്സ് എടുത്ത് തിരിച്ചുപോയി. നിർമ്മല സുകുമാരൻ്റെ റൂമിലേക്ക് കയറിയതും അവരുടെ മുന്നിലേക്ക് ഇരുന്നും കൊണ്ട് അവൾ ആ മേശയിലേക്ക് തല ചേർത്ത് വെച്ച് വിങ്ങിക്കരഞ്ഞു. കാറ്റുപോലെ ഒരുവൾ റൂമിലേക്ക് കടന്നു വന്നതും മേശയിലേക്ക് തല ചേർത്ത് വെച്ച് കരയുന്നതും കണ്ട് നിർമ്മല ഞെട്ടിപ്പോയി. അവൾ പെട്ടെന്ന് പിടഞ്ഞെണീറ്റ് അവൾക്കരികിലേക്ക് ചെന്നു. ഇത്രയും നാളുകൾക്കുള്ളിൽ അവർ തമ്മിൽ ഒരു മാതൃപുത്രി ബന്ധം ഉടലെടുത്തു കഴിഞ്ഞിരുന്നു. ആ ഒരു സ്വാതന്ത്ര്യത്തോടെ തന്നെ അവർ അവളുടെ മുഖം പിടിച്ചു ഉയർത്തി. എന്താടാ കണ്ണേ? സ്നേഹം കൂടുമ്പോൾ നിർമ്മല നദിയെ വിളിക്കുന്നത് അങ്ങനെയാണ്. എന്നോട് പറ, എന്താ പറ്റിയത്? ഇവിടെ വന്നതിന് ശേഷം ഇത്രയും സങ്കടപ്പെട്ട് എൻ്റെ മോളെ കണ്ടിട്ടില്ലല്ലോ. അവൾ അവരുടെ വയറിലേക്ക് മുഖം ചേർത്ത് വെച്ച് അവരെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ഉറക്കെ കരഞ്ഞു. പറ എൻ്റെ കണ്ണെ, എന്നെ വിഷമിപ്പിക്കാതെ. ആരെങ്കിലും എൻ്റെ കുട്ടിയെ ഉപദ്രവിച്ചോ? അതോ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? ഇന്നലെ എവിടെയായിരുന്നു നീ? നിന്നെ കാണാതെ പ്രതാപ്ജിക്ക് എന്തുമാത്രം വിഷമമായി. ഞാനും ഇന്നലെ എത്ര തവണ നിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. ഇന്നും വിളിച്ചില്ലേ? നീ എന്താ എൻ്റെ കോളൊന്നും അറ്റൻഡ് ചെയ്യാതിരുന്നത്? പറ മോളെ, എന്താ നിൻ്റെ പ്രശ്നങ്ങൾ? എൻ്റെ അമ്മയോടൊപ്പം എനിക്ക് മരിച്ചാൽ മതിയായിരുന്നു. തൻ്റെ വയറിൽ മുഖം ചേർത്ത് വെച്ച് പറയുന്നവളെ നിർമ്മല അനുകമ്പയോടെ നോക്കി. ആ വിഷമത്തിൽ നിന്നെല്ലാം എൻ്റെ കുട്ടി കരകയറി വന്നതല്ലേ. പിന്നെയും അത് തന്നെ ഓർമ്മിച്ചിരിക്കാൻ ഇപ്പോൾ എന്താ ഉണ്ടായത്? എനിക്ക് ആരുമില്ല ആൻറ്റി. അമ്മ പോയപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ഒന്നിനും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ കരുതി അവിടെ നിന്നും എഴുന്നേൽക്കാറായാൽ എങ്ങനെയെങ്കിലും ആത്മഹത്യ ചെയ്യണമെന്ന്. പിന്നീട് ഞാൻ പോലും അറിയാത്തവർ എൻ്റെ കൂട്ടിനായി എത്തി. അവരുടെ സ്നേഹവും സംരക്ഷണവും കരുതലും എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പ്രേരിപ്പിച്ചു. ആൻറ്റി, ഞാനെല്ലാം മറന്നു. മുന്നിൽ തുറന്നു വെച്ച സ്നേഹം കണ്ട് മതിമറന്നു. ഇത്രയും ദിവസം ഞാനൊരു മായാലോകത്തായിരുന്നു. കാപട്യം നിറഞ്ഞവരുടെ കൂടെയായിരുന്നു. എനിക്കിനി ജീവിക്കണമെന്ന് ആഗ്രഹമില്ല ആൻറ്റി. എൻ്റെ അമ്മ എന്തൊക്കെ അനുഭവിച്ചോ അതെല്ലാം ഞാൻ മറന്നു. ആരെ വെറുക്കണമെന്നാണോ എൻ്റെ അമ്മ പറഞ്ഞത്, ആ ആളുകൾ ഞാൻ കൂടുതൽ സ്നേഹിച്ചു. ഒരിക്കലും പോകരുതെന്ന് പറഞ്ഞിടത്തേക്ക് തന്നെ ഞാൻ പോയി. എന്താണോ എന്നോട് ചെയ്യരുതെന്ന് പറഞ്ഞത് അത് ഞാൻ ചെയ്തു. എൻ്റെ അമ്മ എല്ലാ സുഖവും ഉപേക്ഷിച്ച് എന്നെ ഒറ്റയ്ക്ക് വളർത്തിയെടുത്തത് ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ മറന്നുപോയി. ആൻറ്റിക്കറിയോ, എന്നെ വളർത്തിയ അമ്മയേക്കാൾ ഞാൻ സ്നേഹിച്ചത് എൻ്റെ അച്ഛനെയായിരുന്നു. എൻ്റെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ വരെ ഞാൻ കത്തുകളിലൂടെ അച്ഛനെഴുതും. അച്ഛനാരാണെന്നോ ആ കത്ത് അച്ഛൻ്റെ കയ്യിൽ കിട്ടുമെന്നോ കരുതിയല്ല ഞാൻ ആ വിശേഷങ്ങളെല്ലാം അച്ഛനെഴുതുന്നത്. ഞാനത് എഴുതുമ്പോൾ എൻ്റെ മേശക്കപ്പുറം എൻ്റെ അച്ഛൻ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നത് കൊണ്ടാണ്.
അച്ഛനോട് സംസാരിച്ചു കൊണ്ടാണ് ഞാൻ അതെല്ലാം എഴുതുന്നത്. അമ്മയോട് പോലും പറയാത്ത രഹസ്യങ്ങൾ ഞാൻ അച്ഛനോട് പറയാറുണ്ട്. വിഷം കഴിച്ച അന്ന് രാത്രിയിൽ എൻ്റെ മനസ്സിൽ ആകാശത്തോളം ഉയർന്നു നിന്ന അച്ഛൻ വെറും മണ്ണുകട്ട പോലെ തകർന്നു വീണു. അമ്മയുടെ ഗർഭത്തിലിരുന്ന എന്നെ തള്ളിപ്പറഞ്ഞ അച്ഛനെ ഉൾക്കൊള്ളാൻ മാത്രം പോന്ന വിശാല ഹൃദയ ആയിരുന്നില്ല ഞാൻ. ഒറ്റ രാത്രി കൊണ്ട് ഞാൻ വെറുത്തുപോയി. ഈ ജന്മത്തിൽ ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ചു പോയി. അന്ന് രാത്രിയിലാണ് അമ്മ എന്നോട് പറയുന്നത് എനിക്കൊരു ഏട്ടനും കൂടിയുണ്ടെന്ന്. മരിക്കാൻ പോകുന്നവൾക്ക് എന്ത് ഏട്ടൻ? പറയുന്തോറും പൊട്ടിപ്പിളർന്ന് കരയുന്നുണ്ടായിരുന്നു അവൾ. അവളുടെ കരച്ചിൽ കേട്ട് സങ്കടം വരുന്നുണ്ടായിരുന്നു നിർമ്മലയ്ക്ക്. മോളിപ്പോൾ ഇതെല്ലാം പറയാൻ കാരണം എൻ്റെ അച്ഛനാരാണെന്ന് ഇന്നലെ രാത്രിയിൽ ഞാൻ തിരിച്ചറിഞ്ഞതുകൊണ്ട്, എൻ്റെ ഏട്ടൻ ആരാണെന്ന് ഇന്നലെ രാത്രിയിൽ ഞാൻ തിരിച്ചറിഞ്ഞതുകൊണ്ട്. അവരാരായാലും നിനക്കിപ്പോൾ ഒരു ജോലിയില്ലേ? സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവില്ലേ? പിന്നെന്തിനാ നീ വിഷമിക്കുന്നത്? എനിക്ക് വേണ്ടെങ്കിലോ ഈ ജോലി? അർഹതയില്ലാത്തത് എനിക്ക് അനുഭവിക്കാൻ താല്പര്യമില്ല. ആരാ മോളെ, ആരാ നിൻ്റെ അച്ഛനും ഏട്ടനും? അത് ചോദിക്കുമ്പോൾ അവരുടെ മുഖത്ത് ആകാംക്ഷയുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ ആരാണെന്നറിയണോ ആൻറ്റിക്ക്? സിനിമാ സംഗീത ലോകത്തെ കിരീടം വയ്ക്കാത്ത രാജാവ് മഹാദേവൻ മാസ്റ്റർ. ഏട്ടൻ എന്ന് പറയുന്നയാൾ തിരുനന്തരം ഗ്രൂപ്പിൻ്റെ MD കാർത്തിക് മഹാദേവൻ. നിർമ്മല നടുങ്ങിത്തെറിച്ചുപോയി. കേട്ടതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ. എൻ്റെ അമ്മയുടെ ഭർത്താവായിരുന്നു അയാൾ. അയാളുടെ മകനെ പ്രസവിച്ചവൾ യാമിനി മഹാദേവൻ. അയാളുടെ മകളാണ് ഞാൻ. എന്നിട്ടും എൻ്റെ അമ്മയുടെ ഗർഭത്തിലിരുന്ന എന്നെ അയാൾ തള്ളിപ്പറഞ്ഞു. നിർദാക്ഷിണ്യം അയാളെൻ്റെ അമ്മയെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. സ്വന്തം മകളായി കണ്ടുകൊണ്ട് തന്നെയാണ് അയാളിപ്പോൾ എന്നെ സ്നേഹിക്കുന്നത്. എന്തിന്? സ്വന്തം അനിയത്തിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കാർത്തിക് മഹാദേവനും എന്നെ സ്നേഹിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മ ചെയ്ത തെറ്റെന്താണ്? ഓരോ വാക്കുകൾ പറയുമ്പോഴും അവൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവളുടെ ശരീരത്തിലെ ഓരോ അണുവും ദേഷ്യം കൊണ്ട് പ്രകമ്പനം കൊള്ളുന്നുണ്ടായിരുന്നു. ജീവിക്കാനായാലും മരിക്കാനായാലും എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആളോടും എൻ്റെ ഏട്ടൻ എന്ന് പറയുന്ന ആളോടും എനിക്ക് 2 വാക്ക് ചോദിക്കാനുണ്ട്. അത് ചോദിച്ചു കഴിഞ്ഞാൽ പടിയിറങ്ങും നദിയാമിനി. തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.